എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കുന്നതാണ്. നാളെ അവസാനിക്കുമെന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് നാളെ അവസാനിക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷയിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിസർവേഷൻ ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBScenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ വർഷത്തെ BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്നുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഇതുവരെ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷനുകളാണ് ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2025-26 അധ്യയന വർഷത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജിലേക്കും അതുപോലെ മറ്റ് സ്വാശ്രയ കോളേജുകളിലേക്കുമുള്ള BSc നഴ്സിംഗ് മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ഫീസ് കൊടുക്കുന്നതിനുള്ള അവസാന തീയതി 13/6/2025 വരെയായിട്ട് നീട്ടിയിട്ടുണ്ട്. അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഫൈനൽ കൺഫർമേഷൻ അത് നിങ്ങൾക്ക് ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/6/2025 ആണ്. അപ്പോൾ ജനറൽ വിഭാഗത്തിന് 800 രൂപയാണ് ഫീസ്, SC/ST വിഭാഗത്തിന് 400 രൂപയാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഫീസ് അടക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ചലാൻ ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴി നിങ്ങൾക്കൊരു ജൂൺ 13 വരെയാണ് ഫീ പേയ്മെൻറ്റ് അടക്കാൻ സാധിക്കുക. ഈ ഒരു ഡേറ്റ് നീട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് അറിയില്ല. അപ്പോൾ അത് LBSൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കോഴ്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ആ ഒരു കോഴ്സ് പഠിച്ചാൽ എവിടെയൊക്കെയാണ് ജോലി കിട്ടാനുള്ള സാധ്യത എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, മൊബൈൽ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അതായത് ഇത് വെരിഫൈ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് അതായത് ഈ ഒരു 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് ഓൺലൈൻ പേയ്മെൻറ്റ്, അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെൻറ്റ്. രണ്ടാമത്തേത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെൻറ്റ്. ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ചലാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റുക. ഓൺലൈനായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റുന്നതായിരിക്കും. കാരണം ആ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, പിന്നീട് രജിസ്ട്രേഷൻ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് നിങ്ങൾ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോട്ട് കംപ്ലീറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് NRI റിസർവേഷൻ അതുപോലുള്ള പലതരത്തിലുള്ള റിസർവേഷനുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് ആണ് ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ സ്റ്റെപ്പ് അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു ജൂൺ 17 വരെ ചെയ്യാം. അപ്പോൾ ആ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻ്റൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം 17 വരെ മൂന്നാമത്തെ സ്റ്റെപ്പ് അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം വരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ സംഘടിപ്പിക്കുകയും അതിനുശേഷം ഈ ഒരു ജൂൺ 17 നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും ചെയ്താൽ മതിയാകും. ജൂൺ 13 ആദ്യത്തെ 2 സ്റ്റെപ്പ് അതായത് ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ അതുപോലെ ഫീ പേയ്മെൻറ്റ് എന്നിങ്ങനെയുള്ള 2 സ്റ്റെപ്പുകൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് ആ ലോഗിൻ ചെയ്ത പേജിൽ ഇതുപോലെ മുകളിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. ലോഗിൻ ചെയ്ത പേജിലാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ താഴോട്ടേക്കുള്ള എയറോ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഓരോ സ്റ്റെപ്പുകളും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ക്ലിക്ക് ചെയ്ത് അതിൽ ഏതൊക്കെ സ്റ്റെപ്പുകളിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് തെറ്റാതെ കൊടുക്കുക. നിങ്ങളുടെ പേര്, ഇനീഷ്യൽ, അതുപോലെ തന്നെ ജെൻഡർ, ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവയൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കറക്റ്റാണ്, തെറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ എല്ലാവിധ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ, SC/ST വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ, SC/ST അല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഫീസ് ആനുകൂല്യത്തിന്. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ആണ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ന്യൂ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ്. ഇതാണ് ജൂൺ 13-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ബാക്കിയുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ, ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യൽ എന്നിവ നിങ്ങൾക്ക് ജൂൺ 17-ാം തീയതി വരെ അതിനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാളെ വൈകുന്നേരത്തിനുള്ളിലായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ആദ്യത്തെ 2 സ്റ്റെപ്പായിട്ടുള്ള ന്യൂ രജിസ്ട്രേഷൻ അതുപോലെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റും ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ അത് ലോഗിൻ ചെയ്ത് വരുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഇതുപോലെ 3 ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ്റെ ഓരോ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ടാകും. അത് ന്യൂ രജിസ്ട്രേഷൻ അതുപോലെയുള്ള ഓരോ സ്റ്റെപ്സും ആ ഒരു പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും ക്ലിക്ക് ചെയ്ത് നോക്കുക ഏതിലൊക്കെയാണ് ഡീറ്റെയിൽസ് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ, +2ൻ്റെ മാർക്ക് കറക്റ്റാണോ, നിങ്ങൾ കൊടുത്തുള്ള സംവരണ ഡീറ്റെയിൽസ് നിങ്ങൾക്കുള്ള എല്ലാ സംവരണ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടോ, അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, അതുപോലെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. നാറ്റിവിറ്റിക്ക് പകരം നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജനിച്ച പ്ലേസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ഉണ്ടോ അതൊക്കെ അപ്ലോഡ് ചെയ്ത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെയാണ് എന്ന് കൺഫർമേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ അതായത് ഫൈനലായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യാവൂ. കാരണം 3rd സ്റ്റെപ്പിന് നിങ്ങൾക്ക് ജൂൺ 17-ാം തീയതി വരെ ആപ്ലിക്കേഷൻ ആ ഒരു 3rd സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, അത് ഫൈനൽ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഡാറ്റാസൊക്കെ കറക്റ്റായിട്ടാണ് കൊടുത്തത്, തെറ്റിയിട്ടില്ല. റിസർവേഷനുള്ള NRIs ഉൾപ്പെടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, അതുപോലെ NRI റിസർവേഷൻ്റെ അർഹതയുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു NRI ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അതായത് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് ചെയ്യാവൂ. കാരണം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 13-ാം തീയതിയാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ന്യൂ രജിസ്ട്രേഷൻ അതുപോലെ ഫീ പേയ്മെൻറ്റ് എന്നിങ്ങനെ 2 സ്റ്റെപ്പുകൾ നാളെ വൈകുന്നേരത്തോടെ അവസാനിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നീട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപേക്ഷ വീണ്ടും കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് അടുത്ത 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ, അതുപോലെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് അല്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം എന്നിവ നിങ്ങൾക്ക് ജൂൺ 17-ാം തീയതി വരെയാണ് അതിനുള്ള അവസരം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.